RR എന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഞാനീ പറയുന്ന RR രാജമൗലിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രമായ RR IPL ടീമായ RRനെ കുറിച്ചോ അല്ല. ഹായ് ഹലോ, വെൽക്കം ടു RMS Group. ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് RR ആണ്. എന്താണ് ഈ RR? റിസ്ക് ആൻഡ് റിട്ടേൺ. ഒരാൾ അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ്സിലോ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളിലോ സേവിങ്സിലോ ഒക്കെ ചെയ്തതിന് ശേഷം അയാൾ തിരിച്ച് പ്രതീക്ഷിക്കുന്ന റിട്ടേൺ, അതാണ് ആ റിട്ടേൺ നേടിയെടുക്കാൻ വേണ്ടി എടുക്കുന്ന സ്ട്രെയിൻ, അതാണ് റിസ്ക്. ഈ റിസ്ക്കും റിട്ടേണും, റിസ്ക് കൂടുന്തോറും റിട്ടേൺ കൂടാറാണ് പതിവ്. എങ്കിലും റിസ്ക്കും റിട്ടേണും ഒരു ബാലൻസിംഗ് ആയി കൊണ്ടുപോകുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് നല്ലത്. നമ്മൾ കേട്ടിട്ടുണ്ട് നോ പെയിൻ നോ ഗെയിൻ, അല്ലേ? നമ്മൾ എത്രത്തോളം സ്ട്രെയിൻ എടുക്കുന്നുവോ അത്രത്തോളം നമുക്ക് ഗെയിനും കൂടുതൽ കിട്ടും. അങ്ങനെയുള്ള പെയിൻ കൂടുതലിട്ട് എടുത്ത് ഗെയിൻ നേടാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളും ബിസിനസ്സുകളും ഒരുപാട് നമ്മുടെ ചുറ്റുമുണ്ട്. അങ്ങനെയുള്ള റിസ്ക് കുറവുള്ള കുറെ പ്ലാനുകളാണ് ബാങ്കുകളിലെ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ. നമ്മൾ കൊണ്ട് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യുന്നു, ഫിക്സഡ് പെർസെന്റ് ഇൻട്രസ്റ്റ് ആ കാലാവധി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്നു. ഗവൺമെന്റ് ബോൺസുകൾ, സെക്യൂർഡ് ഡിബഞ്ചേഴ്സുകൾ. സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ ഡിബഞ്ചർ നമ്മൾ എടുക്കുമ്പോൾ ആ കമ്പനി പൊട്ടിപ്പോയാൽ പോലും, ആ കമ്പനി ക്ലോസ് ചെയ്താൽ പോലും, വൈൻഡ് അപ്പ് ചെയ്യുന്നാൽ പോലും അതിന്റെ അസറ്റ് വിറ്റ് അവർക്ക് ആദ്യം ഈ സെക്യൂർഡ് ഡിബഞ്ചേഴ്സിനുള്ള ക്യാഷ് കൊടുത്തതിന് ശേഷം മാത്രമേ അവർക്ക് കമ്പനി ഓണേഴ്സിന് പോലും ലാഭം കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സെക്യൂർഡ് ഡിബഞ്ചേഴ്സുകൾ, അങ്ങനെ ഗോൾഡ്, അങ്ങനെയുള്ള ഒരുപാട് റിസ്ക് കുറവുള്ള ഇൻവെസ്റ്റ്മെന്റുകളും സേവിങ്സിനെ കുറിച്ച് നമുക്കറിയാം. റിസ്ക് വളരെ കുറവുള്ള ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. എന്നാൽ ആ ഇൻവെസ്റ്റ്മെന്റുകളുടെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ റിട്ടേണും ലിമിറ്റഡ് ആയിരിക്കും. ഒരിക്കലും ഒരു ലെവൽ കൂടുതൽ റിട്ടേൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ കുറച്ച് റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ഈ കിട്ടുന്ന റിട്ടേൺ ആ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഡബിൾ ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള കുറച്ച് ഇൻവെസ്റ്റ്മെന്റുകൾ പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടുകൾ, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഷെയർ മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെയുള്ള ആ ഇൻവെസ്റ്റ്മെന്റുകൾ പ്ലാനുകളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ കുറച്ച് അതിനകത്ത് റിസ്ക് എലമെന്റ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഗെയിൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇരട്ടിയായി വരും. നമ്മൾ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു എലമെന്റ് കൂടി കൺസിഡർ ചെയ്യണം, പോസിബിലിറ്റി ഓഫ് ഗെയിൻ. അതായത് ഉദാഹരണത്തിന് ഇപ്പം എന്റെ ചില സുഹൃത്തുക്കളുണ്ട്, അവർ ദിവസം 300 രൂപ മുതൽ 500 രൂപ വരെ ലോട്ടറിക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ 1 or 2 അല്ലെങ്കിൽ പോട്ടെ 10 or 50 ഭാഗ്യശാലികൾക്ക് 6 ലക്ഷം 7 ലക്ഷം പേര് ലോട്ടറി എടുക്കുമ്പോൾ ആ സമ്മാനം കിട്ടുന്നുള്ളൂ. പോസിബിലിറ്റി ഓഫ് ഗെയിൻ വളരെ കുറവാണ്. 300 രൂപ 400 രൂപ നമ്മൾ ആ ഒരു സോഴ്സിലേക്ക് നമ്മൾ ദിവസം മാറ്റി വെക്കുകയാണ്. അതിൽ നിന്നും നിങ്ങൾ ലോട്ടറി എടുക്കണ്ടെന്നല്ല, കുറച്ച് ഒരു 200 രൂപ വെച്ച് ഡെയിലി നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം റിസ്ക് എടുക്കാൻ കുറച്ച് എബിലിറ്റി കുറവുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പിംഗ് സേവിങ്സ് പോലുള്ള ഏറ്റവും റിസ്ക് കുറവുള്ള ആ ഒരു സോഴ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു 1000 രൂപ വെച്ച് ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസിൽ എനിക്ക് തോന്നുന്നു 6% ഇൻട്രസ്റ്റ് ഉണ്ട്. 72,000 രൂപ, ഒരു 60,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ നമുക്ക് 72,000 രൂപ 75,000 രൂപ വരെ നമുക്ക് അവിടുന്ന് സേവിങ്സ് ഇത് കിട്ടും. ഇനി നിങ്ങൾ കുറച്ച് റിസ്ക് എടുക്കാൻ, നിങ്ങൾ ലോട്ടറി എടുക്കുന്ന ആളെന്ന് പറയുമ്പോൾ കുറച്ച് റിസ്കിനെ കുറിച്ച് കുറച്ച് എന്താ പറയാ എടുക്കാൻ കഴിവുള്ള ഒരാളായിരിക്കാം. നിങ്ങൾ SIP മ്യൂച്വൽ ഫണ്ടുകളിലേക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സോഴ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 12 മുതൽ 20% വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ഏർണിങ്സ് കൂട്ടാൻ കഴിയും. നിങ്ങൾ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഷുവറായിട്ട് ഗെയിൻ കിട്ടും എന്ന് ഉറപ്പില്ലാത്ത ഒരു മേഖലകളിലേക്ക് മുടക്കുന്ന ഒരു തുക നിന്നും 1% കട്ട് ചെയ്തിട്ട് നിങ്ങൾ വേറൊരു സോഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നല്ലൊരു ഫിനാൻഷ്യൽ ലൈഫിൽ നല്ല ചുവടുവെപ്പായിരിക്കും അത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാഷ് പൊക്കോണ്ടിരിക്കുകയാണ്, അല്ലെ? ഈ 300 രൂപ പൊക്കോണ്ടിരിക്കുക, ലോട്ടറി അടിക്കില്ലെന്നല്ല ഞാൻ പറയുന്നത്. അതിലേക്ക് മുടക്കുക, ഒരു 300 രൂപ മുടക്കുന്ന ഒരാൾ 100 രൂപ അല്ലെ 150 രൂപയിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി എമൗണ്ട് ഇങ്ങനെയുള്ള പ്ലാനുകളിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ഫിനാൻഷ്യൽ ഒരു വെൽത്ത്നെസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ നമ്മളൊരു സേവിങ് സ്കീമിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക് നമ്മുടെ മൈൻഡ് മാറ്റി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ചില ഗുണങ്ങൾ, നമുക്ക് ഫൈനാൻഷ്യലി മാത്രമല്ല നമ്മൾ മെന്റലി സ്ട്രോങ് ആകും. കാരണം വെച്ചാൽ ഭാവിയിലെ ഒരു ആവശ്യം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഭാവിയിലെ ഒരു ആവശ്യത്തിന് വേണ്ടി സേവിങ്സ് ചെയ്യുന്നവരുണ്ടാകാം. പക്ഷെ എന്നും നമുക്ക് ഒരേപടി നമ്മുടെ ഹെൽത്ത് ഒരേപടി നിൽക്കണമെന്നില്ല. നമുക്ക് ഇപ്പം ഗവൺമെന്റ് എംപ്ലോയീസിനാണെങ്കിൽ പെൻഷനുണ്ട്, അല്ലേ? അല്ലാത്ത മേഖലകളിൽ പെൻഷനോ അങ്ങനെയുള്ള സ്കീമുകളോ ഒന്നുമില്ല. ഈ ഒരു സേവിങ്സ് നമ്മൾ സേവിങ്സിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നാളെ കിട്ടുന്നത് നമ്മുടെ ഒരു പെൻഷൻ ഫണ്ട് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആരോഗ്യം ഇല്ലാതെ വന്നാലും നമുക്ക് റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുന്ന നിരവധി സ്കീമുകൾ ഇപ്പോൾ നമ്മുടെ ചുറ്റിനും പെൻഷൻ സ്കീമുകളൊക്കെ ഉണ്ട്. അതിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇത് പ്രയോജനപ്പെടുത്താം. നമ്മൾ ഈ റിസ്ക് എടുക്കുന്ന റിട്ടേണിന് വേണ്ടി റിസ്ക് എടുക്കുന്ന കാര്യമാണ് പറഞ്ഞു വന്നത്. ആ ഇതില് ജസ്റ്റ് ഒന്ന്
ചിന്തിച്ചു നോക്കിയാൽ അതിനൊരു ഏജ് ലിമിറ്റ് കൂടിയുണ്ട്. അല്ലാത്തവരുണ്ടായിരിക്കാം, പല ഏജിലും എടുക്കുന്ന, നമ്മൾ ചിന്തിക്കാതെ റിസ്ക് എടുക്കുന്നവരുണ്ടായിരിക്കാം. എങ്കിലും കോമൺ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 20 to 30 ഏജ് ഉള്ളവരാണ് ഹൈ റിസ്കിലേക്ക് പോകുന്നത്. അവർ ബിസിനസ് ചെയ്യാനാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും അവർക്ക് കുറച്ച് ഫ്രീഡം ഉണ്ട്, ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്. അവർക്ക് ഏണിങ്സ് കൂടുതലാണെങ്കിൽ അവർക്ക് കൂടുതൽ ബാധ്യതകൾ വരുന്നില്ല. അപ്പം അവർക്ക് കുറച്ച് വൈഡായിട്ട് ചിന്തിക്കാൻ പറ്റും. ലിമിറ്റ് എടുത്ത് ഒന്ന് പാളിയാൽ പോലും അടുത്തതിലേക്ക് അവർ കൺവേർട്ട് ചെയ്ത് അത് ബാലൻസ് ചെയ്യാൻ അവർക്ക് കിട്ടുന്ന ടൈം ഉണ്ട്, ഒരു ടൈം ഫാക്ടർ ഉണ്ട്. അപ്പോൾ എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 20 to 30 ആണ് ഏറ്റവും കൂടുതൽ ഹൈ റിസ്ക് എടുത്ത് നമുക്ക് കൂടുതൽ ഏണിങ്സ് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ടൈം എന്ന് പറയും. അതിന് മുകളിലുള്ളവർ എടുക്കുന്നില്ല എന്നല്ല പറഞ്ഞത് കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് 20 to 30 ഏജ് ലിമിറ്റിലുള്ളവർ, ആ ഇടയ്ക്കുള്ള, ആ 20-30 വയസ്സിനിടയ്ക്കുള്ള ഒരു ആൾക്കാരുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റിയെ കുറിച്ചാണ്. അങ്ങനെയുള്ള ആ ഒരു ഏജ് ലിമിറ്റിലുള്ളവർ എന്താ പറയാ, അവർക്ക് സ്വന്തമായിട്ട് ഫിനാൻഷ്യൽ സോഴ്സ് ഇല്ലെങ്കിൽ പോലും ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കാൻ, അവരുടെ ആ ഏജിൽ അവരപ്പോൾ കാണുന്ന ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി സേഫ് ആയിട്ടുള്ള ലോണുകൾ എടുത്തതിന് ശേഷം ആ റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് അത് കൺവേർട്ട് ചെയ്യുന്നത് അവർ ആ ഒരു അത് ചെയ്യുന്ന ഒരു സാഹചര്യം വരെ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അവർ ചെയ്യുന്നത് അവരുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡബിൾ ചെയ്യാൻ വേണ്ടി മാക്സിമം റിസ്ക് എടുക്കുകയാണ്. അത് അവർക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അതിനൊരു ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇത് പോയാൽ പോലും, അവർക്കൊരു ഫെയിൽ ആയാൽ പോലും അടുത്തൊരു ചാൻസിലേക്ക് അവർക്ക് നോക്കാൻ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യലി കുറച്ച് ഒരു മീഡിയം നിൽക്കുന്ന ഒരാളെ കുറിച്ചാണ് കേട്ടോ. അങ്ങനെയുള്ളൊരു ചാൻസുകൾ വരുന്നുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, 20 to 30 ഏജിലുള്ളവർ കൂടുതൽ റിസ്ക് എടുക്കുന്ന ഒരു ഇതാണ് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത്. അടുത്തൊരു ഏജിൽ എബോവ് 30 അല്ലെങ്കിൽ 30 to 40, 40 എബോവ് 40, ആ ഒരു ഏജിലുള്ളവർ 30 to 40 നമുക്കറിയാം ഒരു സ്പ്ലിറ്റ് ചെയ്താണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റിൽ ചെയ്യുന്നത്. റിസ്ക് എടുക്കുമോ എന്നാൽ മീഡിയം റിസ്ക് എടുക്കുകയും ചെയ്യും, എന്നാൽ അവർ സേഫ് സോൺ നോക്കി നിൽക്കുകയും ചെയ്യും. കാരണം സ്ഥിരമായ ഒരു വരുമാനം വേണ്ട ഒരു സമയമാണ് അല്ലെ. നമുക്കൊരു ഫാമിലിയായി, കുട്ടികളായി, അവരുടെ നീഡ്സ് എല്ലാം അത് ഫുൾഫിൽ ചെയ്ത് പോകേണ്ടത് കൊണ്ട് അവർക്കത് ആ ഒരു സേഫ് സോൺ നോക്കി നിന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്തായിരിക്കും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലും വരുന്നത്. സേഫ് സോൺ നോക്കുകയും ചെയ്യും, എന്നാൽ റിസ്കി ആയിട്ടുള്ള മീഡിയം റിസ്ക് എടുത്തുള്ള ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ എബോ ഒരു 45 അല്ലെങ്കിൽ 50ക്ക് മുറിഞ്ഞ പെൻഷൻ സ്കീമുകളിലേക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്കീമുകളിലേക്കായിരിക്കാം അവരുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇത് ഞാനീ പറഞ്ഞത് ഒരു അങ്ങനെയുള്ളവർ ചെയ്യില്ല എന്നല്ല കേട്ടോ. എബോവ് 40 ഉള്ളവർ ഹൈ റിസ്ക് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്, എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വന്ന RR, റിസ്ക് ആൻഡ് റിട്ടേണിനെ കുറിച്ചാണ്. റിസ്ക് എടുക്കാതെ നമുക്ക് ഒരിക്കലും റിട്ടേൺ നമുക്ക് കൂട്ടാൻ പറ്റില്ല. പക്ഷെ എടുക്കുന്ന റിസ്കിനെ കുറിച്ച് നമ്മൾ ഒരു ഇൻവെസ്റ്റർ എപ്പോഴും ബോധവാന്മാരായിരിക്കണം. കാരണം എടുക്കുന്ന റിസ്കിന്റെ അത്രയും തന്നെ ആ ഒരു പ്രൊപ്പോർഷൻ തന്നെ നമുക്ക് റിട്ടേൺ കയറി വരുന്നുണ്ടോ. റിസ്ക് മിനിമൈസ് ചെയ്ത് റിട്ടേൺ മാക്സിമൈസ് ചെയ്യുക, അത് സിമ്പിൾ വേ ആണ്, പക്ഷെ അത് അത്ര എളുപ്പമല്ല. റിസ്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക, എന്താണ് ആ റിസ്ക്, വരാൻ ചാൻസ് ഉള്ള റിസ്ക്. ഉദാഹരണത്തിന് ഇപ്പോൾ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ കമ്പനിയെ കുറിച്ച് നമുക്കൊരു ഫണ്ടമെന്റൽ സ്റ്റഡി നടത്താം. അത് ഒരു റിസ്ക് നമുക്ക് കുറയ്ക്കാനുള്ള വഴിയാണ്. പക്ഷെ പെട്ടെന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന പോലെ ഇസ്രായേൽ-ഇറാൻ യുദ്ധം പോലെ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു എലമെന്റ് ഉണ്ടായാൽ ആ റിസ്ക് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള റിസ്കുകളാണ് നമുക്ക് കടന്നു വരാൻ ചാൻസ് ഉള്ളത്. അപ്പം അങ്ങനെയുള്ള റിസ്കുകൾ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അത് നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് കിട്ടില്ല. എങ്കിലും ഫണ്ടമെന്റൽ സ്റ്റഡി, നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന റിസ്കുകൾ, നമുക്ക് എടുക്കാൻ പറ്റുന്ന റിസ്കുകൾ, നമുക്ക് എടുക്കുന്ന റിസ്കുകളെ കുറിച്ച് നമുക്ക് ബോധവാന്മാരായിരിക്കുക. അത് ഒഴിവാക്കാൻ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി റിട്ടേൺ മാക്സിമൈസ് ചെയ്യാൻ നോക്കുക. അതാണ് RR, റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള ഒരു പ്രൊപ്പോർഷൻ, ഒരു ബാലൻസിങ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് റിട്ടേൺ, നമ്മുടെ സേവിങ്സ് നമുക്ക് നമുക്ക് ഭാവിയിലേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റിട്ടേൺ കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു വന്നത് റിസ്ക് ആൻഡ് റിട്ടേൺ, RRനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും റിസ്ക് മിനിമൈസ് ചെയ്ത് റിട്ടേൺ മാക്സിമൈസ് ചെയ്യാൻ കഴിയട്ടെ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്, പ്രശാന്ത്.